പെയിൻകാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഴയൊക്കെയാണ്, നല്ല മഴയാണ്. അപ്പം മഴ സമയത്ത് നമ്മുടെ ബോഗൻവില്ലയുടെയൊക്കെ കെയറിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മഴ സമയമാണ്. അപ്പം നമ്മുടെ ഹൈബ്രിഡ് ബോഗൻവില്ലയൊക്കെ നല്ല കെയർ വേണം. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചില വെറൈറ്റീസ് പെട്ടെന്ന് കേടായി പോവും. പ്രത്യേകിച്ച് ചില്ലി വെറൈറ്റീസാണ് ഏറ്റവും പെട്ടെന്ന് കേടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെറൈറ്റീസൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഫയർ ഓപ്പാലാണ്. ഇതിന് ഇതുവരെ കുഴപ്പമില്ലെങ്കിലും ഇലയൊക്കെ ഇതാ പോയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇലയൊക്കെ ഒത്തിരി പോകുന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് 4-5 ദിവസത്തെ മഴ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇല പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വേണം. നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ പ്ലാന്റും ഹൈബ്രിഡ് പ്ലാന്റ് മാത്രം എടുത്തു വെച്ചാൽ മതി. ഷെയ്ഡിലൊക്കെ ഇതേപോലെ ഷെയ്ഡിലൊക്കെ വെക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു പിങ്കിൻ്റെയാണ്. ഇതിനും ഇതാണ്ടില്ലേ, ഇതേപോലെ മൊത്തം ഇലയും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മുടെ ഇതിൻ്റെ മൂട്ടി നിൽക്കുന്ന പോച്ചയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിഴുത് കളയണം. എന്നിട്ട് അതിൻ്റെ ഈ മൂടിൽ കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ട്, നമ്മുടെ അവിഞ്ഞ ഇലകൾ വൃത്തിയാക്കി ഇടണം. ഈ മഴ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താങ്കിൽ നല്ല രീതിയിൽ കിളിച്ച് നിന്നോളും. മാക്സിമം ഇതേപോലുള്ള ഉണ്ടോ, ഇത് ബ്രസ റെഡാണ്, ഇതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാക്സിമം ഷെയ്ഡിൽ വെക്കുക. നല്ല രീതിയിൽ ഇല പോകുന്നുണ്ടെങ്കിൽ ഷെയ്ഡിൽ വെക്കുക. പിന്നെ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കണം. മഴയത്ത് വെള്ളം കെട്ടി നിന്ന് ഒരെണ്ണമായിരുന്നു ഇത് അർജുന എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ടോ. ഇത് വെള്ളം നല്ലപോലെ ഇതിൽ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പോട്ടിംഗ് മിക്സിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ കൊണ്ടും വരാം. അപ്പോൾ ഇത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോകും ഈ സ്റ്റെമ്മൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെയും ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്, കണ്ടോ. അർജുന എന്ന് പറഞ്ഞ വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് നല്ല ഇലയും ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് ഷെയ്ഡ് വെച്ചേക്കാണ്. ഇത് നല്ല രീതിയിൽ അങ്ങ് പോയതായിരുന്നു കേട്ടോ ഈ പ്ലാന്റ്. ഞാൻ പിന്നെ അതെടുത്ത് ഷെയ്ഡ് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മൂട്ടിലൊക്കെ ഉള്ള വേസ്റ്റ് എല്ലാം നമ്മളെടുത്ത് കളയണം കേട്ടോ, ഇല അവിഞ്ഞതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി വെച്ച് ചെറുതായിട്ട് കുത്തി ചെറിയ ഹോൾ ചെയ്ത് കൊടുക്കാമെങ്കിൽ വെള്ളം അങ്ങ് ഇറങ്ങി പോവും. അപ്പം പോട്ടിംഗ് മിക്സാണ് മെയിനായിട്ട്. നമുക്ക് ബോഗൻവില്ലയുടെ പോട്ടിംഗ് മിക്സ് കറക്റ്റ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും, അങ്ങനെ വേരവിഞ്ഞ് പ്ലാന്റ് പോവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മഴക്കാലമാണ്. അപ്പോൾ ഇത് ഫ്ലെയിം റെഡാണ്, അല്ല ചില്ലി ഓറഞ്ചാണ്. ഇത് വലിയ കുഴപ്പമില്ല. ഞാൻ എന്തായാലും എടുത്ത് ഷെയ്ഡ് വെച്ചേക്കുവാണ്. ചില്ലി വെറൈറ്റീസൊക്കെ നമുക്കൊരു പേടിയാണ് കേടായി പോകുമോ എന്നുള്ളത്. പിന്നെ നമ്മുടെ സക്കൂറ പെട്ടെന്ന് ഇതാവുന്നുണ്ട് കേട്ടോ മഴയത്ത്. സക്കൂറ ബെല്ലാക്കാൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, നല്ലൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതും കണ്ടോ, ഇതിൻ്റെ അവസ്ഥ കണ്ടോ. മഴ ഒരു 4-5 ദിവസം കൊണ്ടപ്പോഴത്തേക്ക് ഇതെല്ലാം അവിയാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ മൂട്ടിലൊക്കെ അഴുക്കുണ്ട്. ഞാനിത് മാറ്റാതെ വെച്ചിരുന്നതെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് മാറ്റാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ സക്കൂറയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതിലൊക്കെ വേണമെങ്കിൽ ആൻറ്റി ഫംഗലായിട്ട് നമുക്ക് സാഫ് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഈ ഇലയിലൊക്കെ ചെറുതായിട്ടൊന്ന് സാഫ് അടിച്ചു കൊടുത്തായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊക്കെ റിക്കവർ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ആൻറ്റി ഫംഗലൊക്കെ നമ്മൾ ഇതിലടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 2 സക്കൂറയാണ്. ഞാനടുത്ത് ഷെയ്ഡ് വെച്ചേക്കുകയാണ്. ചെറിയ രീതിയിലേ വെള്ളം അതിൽ വീഴത്തുള്ളൂ. പിന്നെ ഇത് ബ്ലൂബെറി ഐസാണ്. അതിൻ്റെ അവസ്ഥ അതേപോലെ ആകുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ഈ കഴിഞ്ഞ 3 ദിവസത്തെ മഴ കൊണ്ടപ്പോഴത്തേക്ക് ഇതും അവിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ. അപ്പോൾ ഇതും സക്കൂറയാണ്. ഇത് നമ്മുടെ റൂബി റെഡാണ് കേട്ടോ. റൂബി റെഡിന് വലിയ കുഴപ്പമില്ല. ഞാൻ എന്തായാലും നേരത്തെ ഷെയ്ഡിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹവായ് പിങ്കാണ്. ഹവായ് പിങ്കിനും വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അതും ഷെയ്ഡിലാണ് നമ്മൾ ഹാങ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് കണ്ട് നമ്മുടെ നാടൻ ഫോർമൂസയൊക്കെയാണ്. അതൊന്നും ഞാൻ മാറ്റിയില്ല. നാടനൊക്കെ അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വാട്ടർ മെലൺ കിസ്സാണ്. ഇതിലും ഫംഗസ് വരുന്നുണ്ട്, കണ്ടോ. മഴ പെയ്യുമ്പം ഇല അവിയുന്ന കണ്ടോ, ഇല അവിഞ്ഞ് ഇതങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സാഫ് അടിച്ചു കൊടുക്കുക നല്ലപോലെ. എന്നിട്ട് ഇത് ഷെയ്ഡിൽ വെക്കുക. അപ്പോൾ ഇതൊക്കെ മാറ്റേണ്ടതുണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഇതിനൊന്നും വലിയ കുഴപ്പം കണ്ടില്ല ഇതുവരെ. പക്ഷേ ഇപ്പം ഇല ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ചീച്ചലാണ്, കരിയിലല്ല, ചീയാണ്. അപ്പോൾ ഇതിന് നമ്മൾ സാഫ് അടിച്ചു കൊടുത്ത ഒരു പരിധി വരെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷെയ്ഡിൽ വെക്കുക. ഹൈബ്രിഡ് പ്ലാന്റ്സ് മിക്കവാറും ഉള്ളവരെല്ലാം നമ്മുടെ നെറ്റ് അടിച്ചിട്ട് അതിനടിയിലാണ് കൂടുതൽ പേരും വെക്കുന്നത്. പിന്നെ നമുക്ക് നെറ്റിൻ്റെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ
ഷെയ്ഡിൽ എടുത്ത് വെച്ചേക്കാണ്. ഇവിടെയും ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, ബിഗോജസ് എന്ന് പറഞ്ഞ വെറൈറ്റി മേടിച്ച് ഇപ്പോൾ കിളിച്ച് വന്നതാണ്. അപ്പോൾ അതും നമ്മളെടുത്ത് ഇതിലോട്ട് വെച്ചേക്കാണ്. അതേപോലെ ഇത് കണ്ടോ, സിൽവർ ലീഫ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, വൈറ്റ് ഫ്ലവർ വരുന്നത്. ഇത് ഫുള്ള് പൊഴിഞ്ഞു പോയി. അപ്പോൾ ഞാനെടുത്ത് ഇങ്ങോട്ട് വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂഡ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കണം. കണ്ടോ, അതായത് ഇതെല്ലാം പോയി. ഞാൻ പിന്നെ ഇതെല്ലാം ഷെയ്ഡിലോട്ട് എടുത്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഈ ഒരു ഷീറ്റിൻ്റെ ഷെയ്ഡ് നോക്കി കുറച്ച് തൈ കിളിപ്പിച്ചതും ഒക്കെ കേടായി. അപ്പോൾ ഇതെല്ലാം ഞാനെടുത്ത് ഷെയ്ഡിൽ ഇങ്ങനെ സൈഡിൽ വെച്ചേക്കാണ്. കണ്ടോ, ഇലയെല്ലാം പോയി ഇതിൻ്റെ. അപ്പോൾ അതാ ഇതുമൊക്കെ ഇനി മാറ്റേണ്ടതാണ്. നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. കണ്ടോ, ഇതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു. അപ്പോൾ ഇതുമൊക്കെ നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈബ്രിഡ് വളർത്തുന്നവരെല്ലാം ബോഗൺവില്ല എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ താണ്ട് ഇവിടെ കുറച്ച് ഇത് ഇപ്പോൾ ഉണ്ട്. വലിയ പോട്ടിൽ നിന്നതിനൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. പുതുതായിട്ട് നട്ടതിനാണ് കൂടുതലും കുഴപ്പം. ഇത് 2 കൊല്ലമായ പ്ലാന്റാണ്, ഈ റെഡ് വണ്ടറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതിന് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇല നല്ലപോലെ പൊഴിയുന്നുണ്ടെങ്കിൽ ഇതുമൊക്കെ നമ്മളെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഹൈബ്രിഡായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ കിളിച്ച് വരുന്നുണ്ട്. ഇത് മൾട്ടി ഗ്രാഫ്റ്റ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കുറച്ച്. ഇതിൽ 3-4 കളർ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത്, ഇതിൽ 3 കളർ ആൾറെഡി ഉണ്ട്. പിന്നെ 2 കൂടെ ഞാനിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത്. അപ്പോൾ ഇത് ചില്ലിയോ ഫ്ലെയിം റെഡോ കണ്ടാണ് ഇതൊരെണ്ണം. ഇത് കിളിച്ച് വരുന്നുണ്ട് കണ്ടോ, ചെറുതായിട്ട് കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം കിളിച്ചത് പെട്ടെന്ന് പോയി. ഇതുണ്ട്, ഇത് പോയി. പിന്നെ ഇത് നമ്മുടെ തായ് ഡിലൈറ്റാണ് കിളിച്ച് വരുന്നത്. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് തായ് ഡിലൈറ്റ്. അങ്ങനെ 3-4 കളർ ഇതിലുണ്ട്. അപ്പം മൾട്ടി ഗ്രാഫ്റ്റിങ്ങിൻ്റെ നമ്മൾ വീഡിയോ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ നമ്മൾ തൈകളെല്ലാം നമ്മുടെ കേടായിപ്പോയി. ബോഗൺവില്ലയുടെ കുറേ തൈകൾ ഇല പൊഴിഞ്ഞ കാരണം ഞാനെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ബോഗൺവില്ലയുടെ ഈ തൈകളെല്ലാം നമ്മളെടുത്ത് ഷെയ്ഡ് വെച്ചേക്കാണ് എറമ്പിൽ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് അല്ലാതുള്ളതുകൊണ്ട്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. കണ്ടോ, കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്തതുമൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ അകത്ത് വെച്ചത്. ഇത് ഒരെണ്ണം വാടിപ്പോയി. കുറേ പ്ലാന്റ്സ് നമ്മളിങ്ങനെ സൈഡിൽ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷെയ്ഡിൽ മാക്സിമം വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഷീറ്റ് കെട്ടി അതിന് അടിയിൽ വെക്കാൻ നോക്കുക. മാക്സിമം ഹൈബ്രിഡ് ബോഗൺവില്ല നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഈ മഴ കൂടുന്നതുകൊണ്ട് ഇങ്ങനെ പഴുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, ഇത് മണ്ട കരിഞ്ഞ് പഴുത്തു പോയി. വെള്ളം നിന്നിട്ടാണ്, കൂടുതൽ വെള്ളം ഇതിൽ നിന്ന് നമ്മുടെ വേരവിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒതുക്കിയൊക്കെയാണ്. നമ്മൾ ICU മെത്തേഡിൽ കിളിപ്പിച്ചെടുത്തതാണ് ഇതെല്ലാം കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ICU മെത്തേഡിനെ പറ്റി. അപ്പോൾ ICU മെത്തേഡിൽ നമ്മൾ കിളിപ്പിച്ചെടുത്ത തൈകളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് വരുന്ന ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.